സോ ഹലോ ഗായ്സ്, ഇത് ജെറോമാണ്. ഇന്ന് നമ്മൾ പോക്കിയാണ് കളിക്കാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിൽ. കുറേ നാളൊക്കെ വീഡിയോ ഇട്ടിട്ട്, പക്ഷേ ഇന്ന് വീഡിയോ ഇടുവാണ്. ഇത് പോക്കി എന്ന് വെച്ചാൽ റോബ്ലോക്സ് ആണ്. ഗൂഗിൾ ക്രോമിൽ സെർച്ച് നോക്കിയിട്ട് പോക്കി വാട്ട് ഈസ് പോക്കി ഈസ് എ പ്ലാറ്റ്ഫോം വെയർ യു ക്യാൻ പ്ലേ ഫ്രീ ഓൺലൈൻ ഗെയിംസ് ഇൻസ്റ്റെൽ ഇൻ യുവർ ബ്രൗസർ. നോ ഇൻസ്റ്റോൾസ്, നോ ഡൗൺലോഡ്, ജസ്റ്റ് ക്ലിക്ക് ആൻഡ് പ്ലേ ഓൺ എനി ഡിവൈസ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലും പറ്റും, ടാബ്ലറ്റിലും പറ്റും, മൊബൈലിലും പറ്റും, ഏത് ഡിവൈസ് വേണമെങ്കിലും പറ്റും. സോ നിങ്ങൾക്ക് പോക്കിയിൽ നമ്മൾ ബ്ലാസ്റ്റ് ബഡീസ് എന്ന് പറഞ്ഞ ഗെയിം കളിക്കാൻ പോവാണ്. ഇതിൽ റൈവൽസ് ഇല്ല, റോബ്ലോക്സാണ് അതിൻ്റെ കോപ്പി ഗെയിമാണ്, പക്ഷെ നല്ല ഗെയിമാണ്. ഇത് സെർച്ച് നോക്കിയിട്ട് BLAST ബ്ലാസ്റ്റ് എന്ന് സെർച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ ബ്ലാസ്റ്റ് ബഡീസ് എന്ന് വരും. ഈ ബ്ലാസ്റ്റ് ബഡീസ് പ്ലേ നിൽക്കണം. ഫോണാണെങ്കിൽ മറ്റേ സൈഡിലാക്കില്ലേ നമ്മൾ, അങ്ങനെ ചെയ്താൽ മതി. ഞാൻ കുറച്ച് കളിച്ച് 16 ലെവൽ കഷ്ടപ്പെട്ടാക്കിയിട്ട് എല്ലാ വെപ്പനും അൺലോക്ക് ആക്കി, എല്ലാ വെപ്പണും. ഇനി നമ്മൾ കുറച്ച് 3, 4, 5, 6 അല്ലെങ്കിൽ 10 മാച്ചൊക്കെ നമ്മൾ കളിക്കാൻ പോവാണ് ഗൈസ്. ഒരു 10 മാച്ചൊക്കെ നിന്ന് കളിക്കും, നോക്കാം. ഞാൻ മെയിൻ ഇത് ക്വിക്ക് പ്ലേ സെലക്ട് ഇത് ക്വിക്ക് പ്ലേ റാങ്ക്ഡ് മാച്ചുമാണ്. റാങ്ക്ഡ് കുറേ നേരം എടുക്കും, അതുകൊണ്ട് ക്വിക്ക് പ്ലേ എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ അസോൾട്ടും റേഗണ്ണും അപ്പ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഇതും പിന്നെ ഗ്രൗണ്ട് സ്ലാമുമാണ് നല്ലത്. ഈ റേഗൺ എനിക്ക് ആദ്യം അസോൾട്ട് കാണിക്കാം. അസോൾട്ട് എല്ലാവർക്കും ആദ്യമേ കളിക്കുന്നുള്ളതാണ്. ഇത് ഷീൽഡും ഉണ്ട്. നിങ്ങൾ ആദ്യം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഷീൽഡ് എന്ന് പറഞ്ഞ എബിലിറ്റി ആണുള്ളൂ. നിങ്ങൾക്ക് ലെവലപ്പ് നിങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് എബിലിറ്റി എന്ന് വെച്ചാൽ എബിലിറ്റിയും ഗൺസ് എല്ലാം അൺലോക്ക് ആയിക്കൊണ്ടിരിക്കും. നല്ല ഫണ്ണാണ് കളിക്കാൻ. ഓക്കെ, ഇത് 100 ഹെൽത്താണ് ഉള്ള റൈവൽസ് പോലെ തന്നെ. റൈവൽസിന് 100 ഹെൽത്താണെന്നാ തോന്നുന്നത്. ഞാൻ ഹെഡ് ഷോട്ട് അടിച്ചു. ഇത് ഡബിൾ കില്ല്, ട്രിപ്പിൾ കില്ല് അങ്ങനെയും ഉണ്ട്. എൻ്റെ ഹെൽത്ത് നല്ല ലോയാ, എനിക്ക് ഒളിച്ചിരിക്കേണ്ടി വരും ഇവിടെ. പിന്നെ ഇത് സ്ലൈഡാണ്, ഇവിടെ സ്ലൈഡ് അടിക്കാം. പിന്നെ ഇത് ജമ്പാണ്. മൊബൈലിൽ ഉള്ളെന്നാണ് തോന്നുന്നത്. ഈ സൈഡിൽ കാണുന്നില്ലേ, ഇത് ഇങ്ങനെ എയിം ചെയ്ത് വെക്കുമ്പോൾ ഓട്ടോ ഷൂട്ട് അടിക്കും. ഇത് ഡബിൾ കില്ലായി. ഇത് ടീമാണ്, ഞാൻ ഓറഞ്ച് ടീമാണ്. ഞങ്ങളുടെ 10 കില്ലായി, ഇവരുടെ 8 കില്ലേ ഉള്ളൂ. ഇപ്പം ജയിക്കാനാണെങ്കിൽ ഇവിടെ എന്തോ കാണിക്കില്ലേ, ചാട്ടം ചെയ്യാം. എന്താ എല്ലാവരും 6-7 ടൈപ്പ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് 25 എലിമിനേഷൻ എന്ന് വെച്ചാൽ 25 കില്ല് നമ്മുടെ ടീമിന് കിട്ടിയാൽ നമ്മൾ ജയിക്കും. എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാം. പിന്നെ ഈ അസോൾട്ടും ഒരു ഡാമേജ് ലോ ചെയ്യുന്നത് ടോമിയും പിന്നെ സ്പെക്ടർ എന്ന് പറഞ്ഞൊരു മിത്തിക്കൽ ടോമി ലെജൻഡറിയാണ്. സ്പെക്ടർ നല്ല ഡാമേജ് ചെയ്യും. ടോമിയും ഈ വെപ്പൺ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് നല്ല ഡാമേജ് ചെയ്യും. ഡ്രാഗൺ ഏറ്റവും ബെസ്റ്റ് കണ്ടോ, 50 എന്ന് വെച്ചാൽ ബോഡി ഷോട്ടിന് 50 ഹെഡ് ഷോട്ട് 75 അങ്ങനത്തെ സീൻ സാധനമാണ് ഇത്. 75 ഇപ്പോൾ കണ്ടില്ലേ, 75 ട്രിപ്പിൾ കില്ലൊക്കെ ഇത് വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ലെവലപ്പും ചെയ്യാൻ ഇതാണ് നല്ലത്. പക്ഷേ ഓക്കെ, ഡബിൾ കില്ല. എൻ്റെ ഹെൽത്ത് 34 ഉള്ളൂ. ഉണ്ട് ഇവിടെ സ്പാർക്കിലി ഷൂട്ട് ചെയ്തു. നമ്മുടെ 21 നമുക്ക് 23 എന്ന് വെച്ചാൽ 2 കില്ലും കൂടെ മതി. അതോ 25 സ്നൈപ്പർ എയിം ചെയ്യാൻ നല്ല പാടാ. PC സിമ്പിളായിരിക്കും, മൊബൈലിൽ നല്ല പാടാ. ലെവൽ 70, എൻ്റെ ലെവൽ 17 24 25 ഉറപ്പ് 25. എൻ്റെ ട്രിക്ക് ആരോ യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. മറ്റേ റേഗൺ വെച്ച് ഷൂട്ട് ചെയ്യുന്നില്ലേ, ഇവന്മാരെല്ലാം പഠിച്ചു. ഞാൻ റേഗൺ യൂസ് ചെയ്തല്ല. അയ്യോ 16 ഏറ്റവും കൂടുതൽ ഞാനായത്. പക്ഷെ പറ്റിയതെന്താണെന്ന് അറിയട്ടെ, അവന്മാർ പെട്ടെന്ന് എല്ലാവരും റേഗൺ എടുത്തിട്ട് അറ്റാക്ക് ചെയ്തു. ഡിഫീറ്റായിപ്പോയി. ആദ്യത്തെ മാച്ച് ഡിഫീറ്റായി, ബാക്കിയെല്ലാം ജയിക്കാൻ നോക്കാം. കുറേ പ്രോയും ഉണ്ട്, പക്ഷേ നമ്മൾ റേഗൺ യൂസ് ചെയ്യുമ്പോൾ അവർ അത് കോപ്പി ചെയ്യും. ടോമി യൂസ് ചെയ്യാം റേഗണ്. അപ്പ് ഡ്രാഫ്റ്റിൻ്റെ ഞാൻ ഷീൽഡ്, ഞാൻ ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞ ഇവിടെ ഇട്ടിട്ടുണ്ട്. ക്ലോക്ക് നല്ല സീനാണ്.
ക്ലോക്ക് എന്താ, എനിക്ക് പ്ലെയറിൻ്റെ മുമ്പിൽ പോവാം. ഡ്രാഗൺ എടുക്കാം, കാരണം മറ്റേ ഇൻവിൻസിബിൾ ആവും എന്ന് വെച്ചാൽ കുറച്ച് നേരത്തേനേ ഉള്ളൂ. 10 സെക്കൻഡ് 1 സെക്കൻഡ് 1 സെക്കൻഡ് ആയിരുന്നു തോന്നുന്നത്. ഇപ്പോൾ 1.1 എത്ര വേണമെന്ന് ഞാൻ നോക്കുന്നില്ല. എനിക്ക് വെയിറ്റ് ചെയ്യും 1 മിനിറ്റ്, സമയം കിട്ടിയാൽ നോക്കാം. ഫ്രീ ആണെങ്കിൽ നോക്കാം. ഇപ്പോൾ ഫ്രീ അല്ല. ഇതാണ് ഷീൽഡ് വെച്ചേക്കും. ഇത് ഷീൽഡ് പക്ഷേ സൈഡിൽ പോകാൻ പറ്റും, അതാ പ്രശ്നം. എത്രയാ വേണ്ടേ? 25 തന്നെയാണ്. ഇതാണ് സ്നൈപ്പറിൻ്റെ പ്രശ്നം. ഇതാ എബിലിറ്റി. എനിക്ക് ഇത് തന്നെയാണ്. മറ്റേ ഞാൻ കൊന്നു. മറ്റേ ഇതില്ലേ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ പറക്കാൻ പോവുക. ഇത് മറ്റേ റൈവൽസി ട്രിക്കില്ലേ, ട്രവള് വെച്ച് ബ്ലോക്ക് വെച്ച് ജമ്പ് ചെയ്യുന്നത്. ഇത് അതുപോലത്തെ തന്നെയാണ്. സിമിലറാ അത് തന്നെയല്ല, സിമിലറാ. ഗോലത്തിനെ കൊന്നു. ഞാൻ ഏത് ടീമാണ് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ പർപ്പിളാ. ഞങ്ങൾക്ക് 9 കില്ലുണ്ട്, അമ്മമാർക്ക് 2 ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ മാച്ച് ആയതേ ഉള്ളൂ. നല്ല ഫണ്ണും ഗെയിമാണ്, കുറേ വെപ്പൺസും ഉണ്ട്. ഇനി ഞാൻ മറ്റേ ഈ ജി ഇല്ലേ, നല്ല പ്രോയാ. എൻ്റെ സ്കിന്ന് തന്നെയാ, സെയിം സ്കിന്നാ. ഞങ്ങൾക്ക് സെയിം സ്കിന്നാ. പിന്നെ പറയാൻ പറഞ്ഞു, ഇത് പ്ലെയേഴ്സിന് സ്കിന്നുണ്ട്. SMG വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് വെപ്പൺസ് ആയി ഗെയിമിലെ. ടോമി യൂസ് ചെയ്യാം ഇച്ചിരി നേരം. ഡ്രാഗൺ യൂസ് ചെയ്ത് മടുത്തു. പക്ഷേ ഇതാ SMGയുടെ പ്രശ്നം, നല്ല ഫാസ്റ്റ്. അതുകൊണ്ട് പക്ഷേ ഡാമേജും ലോയാ. അതുകൊണ്ടാണ് പൊട്ടയും ഇച്ചിരി അത് ഡാമേജ് ലോ ആയോണ്ടാ. എനിക്ക് ട്രിപ്പിൾ കില്ല് ചെയ്യായിരുന്നു. ഞാൻ വിളിച്ചു എൻ്റെ ടീംമേറ്റാണ്. സ്നൈപ്പറുള്ള ആള്. സ്നൈപ്പറിൻ്റെ ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ 1 ഷോട്ടാ, 150 ഹെൽത്താ പോകുന്നത്. നമ്മുടെ 100 ഉള്ളൂ. അത് എക്സ്ട്രാ 50 ഡാമേജും കൂടെ ചെയ്യും സ്നൈപ്പറിൻ്റെ. നമ്മൾ ജയിച്ചു. പറയാൻ പറ്റും നമ്മൾ ജയിച്ചു. എനിക്ക് തോന്നുന്നു ടൈം തീർന്നാലും നമ്മൾ തോക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് ഇയാൾ ഷീൽഡ് വെക്കുമോ, പക്ഷെ ഞാനും പുറകിലുണ്ട്. ടോമിയിലും ഞാൻ ഇച്ചിരി നല്ലതാ. ഇവന്മാർ ഇവിടെയാണല്ലോ. ഈ ജിജിനെ കൊല്ലേണ്ടി വരും. എവിടെ പോയി മറ്റേ സ്പാർക്കിളി? സ്നൈപ്പർ ആയതുകൊണ്ട് ഒരു ടൈമല്ലേ ഷൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഡൗൺ. ഇത് ജിജി AFK ഹെഡ് ഷോട്ട് പ്ലസ് ഡബിൾ കിൽ. ഇതിന് XP ആണ് വേണ്ടത്. നമുക്ക് ജമ്പ് ചെയ്യാം. ജമ്പ് ചെയ്ത് സ്ലൈഡ് ചെയ്യാമല്ലോ. സ്ലൈഡ് ചെയ്യാം. കണ്ടോ, സീനല്ലേ? ഇവന്മാരെല്ലാം ഇവിടെ വിളിച്ചിരിക്കുകയാണല്ലോ. ഈ മറ്റേ ട്രിക്ക് യൂസ് ചെയ്യുക, മോളി എനിക്ക് സ്നൈപ്പ് ചെയ്യാനുള്ള അങ്ങനത്തെ ട്രിക്ക് ട്രൈബൽസിലില്ല. അതുപോലെ ഇവർ കോപ്പി അടിക്കാൻ നോക്കുമെന്ന് തോന്നുന്നത്. ട്രൈബൽസിലെ ട്രിക്ക് ഹെഡ് ഷോട്ട് പ്ലസ് ഡബിൾ കിൽ. GG ഉണ്ട്. ജിജിനെ കൊല്ല്. ഓക്കെ, ഹെഡ് ഷോട്ട്. എൻ്റെ 20 എലിമിനേഷൻസോ. സീന്. അടുത്ത മാച്ച് കളിക്കാം ഗൈസ്. പ്രോട്ടോടൈപ്പ് ക്യാനിയൻ. അപ്പോൾ ക്യാനിയൻ കളിക്കാം. സീനല്ലേ, നല്ല പൊളി ഗെയിമാണ്. സിമ്പിളും അത്ര പ്രശ്നമില്ല. ഞാൻ അസോൾട്ട് യൂസ് ചെയ്യുന്നില്ല. മറ്റേ സ്നൈപ്പർ വേണ്ട, LMG യൂസ് ചെയ്യാം. റേഗണ്ണ് വേണ്ട, നമുക്ക് ഫ്ലെയർ യൂസ് ചെയ്ത് കാണിക്കാം. ഫ്ലെയറൊന്നല്ല, അബ്സ്ട്രാഫ്. ഞാൻ എബിലിറ്റി ക്രോമോ അല്ല, ഷീൽഡ് അല്ല, പൾസ് സ്കാൻ കാണിക്കാം. പൾസ് സ്കാൻ എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. നോക്ക്, ഇത് എല്ലാ പ്ലെയറും സ്കാൻ ചെയ്യുന്നു വെച്ചാൽ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ കാണണ്ട, ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്, അത് അവരെ എല്ലാം കാണിക്കും. LMGയുടെ ഡാമേജ് നല്ല ഹെഡ് ഷോട്ടിന് നല്ല ഡാമേജ് വരും. ആരോ റേഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് 50 ഹെൽത്താണ് പോയത്. എനിക്ക് 100% പറയാം റേഗണ്ണ് ഒരു കണ്ണേ ഉള്ളൂ, അത് 50 ഡാമേജാണ് ബോഡി ഷോട്ടാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. വേറെ കണ്ണുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഏറ്റവും ഹയസ്റ്റ് ഡാമേജ് സ്നൈപ്പറിൻ്റെയാണ്, 150 ഹെഡ് ഷോട്ട്. ഗണ്ണിൽ ഈ ഗ്രാപ്പിൽ എബിലിറ്റി നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ആ ഗ്രാപ്പിലാണ് അത് നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാനും യൂസ് ചെയ്യാം. മറ്റേ ഗ്രൗണ്ട് സ്ലാമും അതും ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാൻ യൂസ് ചെയ്യും. ഈ സ്ട്രൈക്കർ കുറേ നേരമായിട്ടുണ്ടല്ലോ. എനിക്ക് ഈ ഓറഞ്ചല്ലേ പർപ്പിളല്ലേ ഞാൻ. ഇതെന്താ സ്മോക്ക്? അത് മറ്റേ ആയിരിക്കും. ജി നമ്മുടെ ടീമിലാണ്. റോക്കറ്റ് അല്ല, സ്ട്രൈക്കർ. ഞാൻ കൊന്നു 10 ഒരു കില്ല്.
ഓക്കെ, ജിക്കും എനിക്ക് സെയിം സ്കിന്ന് തന്നെയാണ്. റിവോൾവർ, സോറി അല്ല, റിവോൾവർ അല്ല, ഫ്ലെയർ. ഞാൻ ഫ്ലെയർ കാണിക്കാൻ മറന്നു. ഫ്ലെയറിനും നല്ല ഡാമേജ് ഉണ്ട്. ഒരു ഫ്ലെയറിന് ബോഡി ഷോട്ട് 42, ചിലപ്പോൾ 6 അങ്ങനെയൊക്കെ ഉണ്ട്. അതോ എനിക്കറിയാം, മനസ്സിലായിട്ടില്ല എനിക്ക്. പ്ലെയർ എവിടെ? എനിമിയൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പാണ്. കണ്ടോ 32, ഇപ്പം 32 ചിലപ്പോൾ സമയത്ത് ഹെഡ് ഷോട്ട് 75. പക്ഷേ നിന്നാൽ മതിയായിരുന്നു. എനിക്ക് ആണ്ട് ഇവന്മാരെല്ലാം തീർത്ത് കളയും. അതാ പ്രശ്നം, കില്ല് കിട്ടത്തില്ല. ഇതാണ് മറ്റേ ആ 45 ഇത് കണ്ടോ, നേരത്തെ 32 അല്ലായിരുന്നു, ഇപ്പോൾ 45 ആയി. ഇനി ഹെഡ് ഷോട്ട് ചെയ്യണം. ഞാൻ മിസ്സായി പോയി, അല്ലെങ്കിൽ ചെയ്യായിരുന്നു. ആരെങ്കിലും കോർണറിൽ വല്ലതും ഉണ്ടെങ്കിൽ ഈ പുറകിൽ ആരെങ്കിലും ഹെഡ് ഷോട്ട് ചെയ്യാൻ പെർഫെക്റ്റാണ്. ഹെഡ്സ് 65 അല്ല, അത് ഹെഡ്സിൻ്റെ ഇച്ചിരി സൈഡിൽ നിന്ന് മിസ്സായതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ 75 ഹെഡ് ഷോട്ട് വരുമ്പം മറ്റേ യെല്ലോ കളർ കാണിക്കും ഹെഡ് ഷോട്ട് വന്നാൽ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. മറ്റേ ഞാൻ എന്ത് ഇത് എൻ്റെ ടീമേറ്റാണോ അല്ലയോ ഞാൻ വെച്ച എനിമിയാണ്. 65. അയ്യോ, എനിക്ക് 8 കിട്ടിയുള്ളൂ. ഞാൻ ഫ്ലെയർ അല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നേ. ഫ്ലെയർ എന്ന് പറഞ്ഞാൽ സ്പീഡിലോയാ എനിക്ക് തോന്നുന്നത് 20 ലെവലാ ജി. ഉയ്യോ, അത് നല്ല പാടാണ് 20 കിട്ടാൻ. പിന്നെ ഫ്ലെയറിന് ഒരു 13 ലെവൽ വേണം, ടോമിക്ക് 12 വേണം. പിന്നെ ഞാൻ ടോമി എടുക്കുക. എനർജി പിസ്റ്റലിന് പരസ്യം കാണണം. അതങ്ങനെയാണ്, എനർജി പിസ്റ്റൽ പെർമനൻ്റ് വേണമെങ്കിൽ പരസ്യം കാണണം. അതെനിക്കറിയത്തില്ല ഇവരെന്താ അങ്ങനെ ആക്കിയെന്ന്. ഡീകോയി എടാ, ഇത് ചീറ്റിങ്ങാ. ഇത് ഇവർക്ക് ഫിക്സ് ആക്കണം. ക്രോമോർബ് കാണിച്ചു തരാം. ഇത് ചുമ്മാ നമ്മൾ വെപ്പൺ സെലക്ട് ചെയ്യുമ്പോൾ ഇവന്മാർക്ക് കൊല്ലാൻ പറ്റും. അതാ പ്രശ്നം. ജി മറ്റേ ടീമാണ്. റേഗൺ എടുക്കേണ്ടി വരും, ഒരു ചോയ്സും ഇല്ല. ജി SMG ജി പ്രോയാ. പർപ്പിൾ ടീമാ, കണ്ടാ പറയാൻ പറ്റും. 100 എടാ തീർന്നു. നമ്മൾ ഔട്ടെന്ന് പറഞ്ഞാൽ തൊപ്പിട്ടെന്ന് തോന്നുന്നത്. തൊപ്പിട്ടാൻ പോവാന്നാ തോന്നുന്നത്. ഒരു കില്ല് അത് കഷ്ടപ്പെട്ട് ഞാനാ ചെയ്തേ. ക്രോമോർബ് ഞാൻ ചെയ്യാം. അങ്ങനെ ഹെഡ് ഷോട്ട് 3 കില്ല് കഷ്ടിച്ച് ഞാനാ ചെയ്തേ. ബാക്കി എനിക്ക് ഇത് മറ്റേ മാച്ചാണല്ലോ, ഡെത്ത് മാച്ച് തന്നെയാണ്. ഇത് കുറേ മോഡുണ്ട്. ഡെത്ത് മാച്ച്, ഫ്രീ ടു പ്ലേ. നമുക്ക് എത്ര പേരെ? ഒരാളേ ഉള്ളൂ. നമ്മൾ 6v6 എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ തോറ്റു. ഈ ജി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വേറെ മാച്ച് കളിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അതാ പ്രശ്നം വരുന്നത്. എനിക്ക് ഇത് എനർജി പിസ്റ്റൽ എനിക്ക് യൂസ് ചെയ്യണം. മാഡ്രിക്കായി. ഇത് സെക്കൻഡ് ലാസ്റ്റ് മാച്ച് നമ്മൾ കുറേ ആയി. ഇത് ലാസ്റ്റ് മാച്ചാണ് ഗൈസ്, ഇത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ വീഡിയോ ഇരിക്കുകയാണ്. 100 ലെവലോ, എന്ത് സീനാണെന്നറിയാമോ? അത് നല്ല സീനാണ്. ഇത് ലാസ്റ്റ് മാച്ചാണ് ഗൈസ്. ഇത് കഴിഞ്ഞ് നമ്മൾ പാർട്ട് 2 ഉണ്ടാക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുമായിരിക്കും. ഞാൻ അസോൾട്ട് എടുത്തു. കാരണം ടോമിയൊന്നും എനിക്കൊന്നും എയിം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അസോൾട്ട് എടുത്തു. ഈ ലാസ്റ്റ് മാച്ചാണ്, ഇതെങ്കിലും ജയിക്കണം. മാഡ്രിക്ക് ഫസ്റ്റ് കില്ല് ഹെഡ് ഷോട്ടായി. ഇനി ഇതാരാണോ ഡബിൾ കിൽ ഹെഡ് ഷോട്ടായി. ജി നമ്മുടെ മാപ്പിൻ്റെ അടിയിലും പോകാം. പിന്നെ ഇത് ഒരു കാര്യം കണ്ടോ, ബ്ലോക്സും പൊട്ടിക്കാം കണ്ണും കൊണ്ട്. ഇത് ഞാൻ കാര്യം പറയാൻ മറന്നുപോയി. ബ്ലോക്സും കൊണ്ടും പിന്നെ ഇത് ഓട്ടോ ഷൂട്ടുണ്ടോ, ഞാൻ പറഞ്ഞാണെന്ന് തോന്നുന്നത്. ഓട്ടോ ഷൂട്ടുണ്ട് ഇത്. ഞാനിപ്പോൾ ലാസ്റ്റ് മാച്ചിലാണ് പറയുന്നത്. നമ്മൾ ജയിച്ചു. കാരണം ജി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജയിച്ചു. ജി എന്ന് പറഞ്ഞാൽ നല്ല പ്രോയാ. റൈനോ ഇവന്മാരൊക്കെ തീർന്നു. ജി എന്ന് പറഞ്ഞാൽ അത്ര പവറുണ്ട്. എനിക്കൊരു 20 എലിമിനേഷനെങ്കിലും ചെയ്യാൻ നോക്കണം. ക്വസ്റ്റ് 4 കൊന്നു. തണ്ടർ 2 ഉണ്ട്. തണ്ടർ 2 AFK ആണ്. ജി കൊന്നു. ഞാൻ റേഗൺ യൂസ് ചെയ്യാം. അവിടെ അസോൾട്ട് റൈഫിൽ വെച്ച് കുറേ നേരം എടുക്കും. റേഗൺ എന്ന് പറഞ്ഞാൽ 2 ഷോട്ടിലാവും. മിസ്സായില്ലെങ്കിൽ 2 ഷോട്ടാവും, അല്ലെങ്കിൽ 3-4 എടുക്കും.
ഇത് റേഗണ്ണൊക്കെ എനിക്ക് മാഡ്രിക്ക്. ഓക്കെ, ഹെഡ് ഷോട്ട് കണ്ടോ? 75. അത് മിസ്സായാലും കുഴപ്പമില്ല, കാരണം 50 ഷോട്ടാ, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ ഓറഞ്ചല്ലേ, പർപ്പിളാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നലാണോ അല്ലയോ? ആരാ ഷീൽഡ് വെച്ചേ? ആരും അറ്റാക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, വെറുതെ എന്താ ഷീൽഡ് കളയുന്നത്? എനിക്കൊരാളെ കൊല്ലണം, എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. റൈനോ, നീയാണ് എൻ്റെ ടാർഗറ്റ്. ചേട്ടാ ഈ റൈനോ. ഓക്കെ ജസ്റ്റ് മിസ് ആണ്ട, അതുമായില്ല. നമ്മുടെ ടീം ഏതാ എനിക്കൊന്നും അറിയണം. ഒരു കില്ലെങ്കിലും എന്താ, ഇവന്മാരെല്ലാം കില്ല് മോഷ്ടിക്കുക കള്ളന്മാർ. ഓക്കെ, ഞാൻ നോക്കിയില്ല. പക്ഷേ ലോഡിങ് മാപ്പ് ജയിച്ചോ? ഞാൻ ജയിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഗായ്സ്. ഇത് ലാസ്റ്റ് മാച്ചായിരുന്നു. എന്നാൽ ശരി, ഇത് ഇനി പാർട്ട് 2 ഇടണമെങ്കിൽ കമൻസിൽ പറയണം. എന്നാൽ ശരി, ബൈ ഗായ്സ്. അടുത്ത വീഡിയോ പെട്ടെന്ന് ഇടുമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എന്നാൽ ശരി, ബൈ.